ഹരിശ്രീ ഗണപതയേ നമ. അവിഘ്നമസ്തു. ശ്രീരാമ രാമ രാമ ശ്രീരാമചന്ദ്ര ജയ. ശ്രീരാമ രാമ രാമ ശ്രീരാമഭദ്ര ജയ. ശ്രീരാമ രാമ രാമ സീതാഭിരാമ ജയ. ശ്രീരാമ രാമ രാമ ലോകാഭിരാമ ജയ. ശ്രീരാമ രാമ രാമ രാവണാന്തക രാമ. ശ്രീരാമ മമ ഹൃദി രമതാം രാമ രാമ. ശ്രീരാഘവാത്മാ രാമ. ശ്രീരാമ രമാപതേ. ശ്രീരാമ രമണീയ വിഗ്രഹ നമോസ്തുതേ. നാരായണായ നമോ നാരായണായ നമോ നാരായണായ നമോ നാരായണായ നമഃ. പ്രിയപ്പെട്ട എല്ലാവർക്കും നമസ്കാരം. ശ്രീരാമചന്ദ്രന്റെ അനുഗ്രഹം ഏവർക്കും ഉണ്ടാകട്ടെ. കർക്കിടക മാസം പിറന്നു. എല്ലാവരും രാമായണം വായന തുടങ്ങിയിരിക്കുമെന്ന് വിശ്വസിക്കുന്നു. ഞാനും ചില കാരണങ്ങൾ കൊണ്ട് തുടക്കം മുതൽ ആദ്യ 1-ാം തീയതി മുതൽ വായിക്കുവാൻ സാധിച്ചില്ലെങ്കിലും ഇപ്പോൾ ഞാൻ വായിക്കുവാൻ തുടങ്ങി. എൻ്റെ ചേട്ടന്റെ വിയോഗം നിങ്ങളെല്ലാവരും അറിഞ്ഞിരിക്കും. നിങ്ങളെല്ലാവരും എന്നോട് എൻ്റെ സങ്കടം നിങ്ങളും കൂടി പങ്കിട്ടതിൽ എനിക്ക് ഒത്തിരി സ്നേഹത്തോടു കൂടിയുള്ള കടപ്പാട് ഉണ്ട്. കാരണം എല്ലാം പങ്കിടുമ്പോഴാണ് നമ്മൾക്ക് അതിൻ്റെതായ ഒരു വിഷമം കുറയുന്നത്. സങ്കടമാണേലും സന്തോഷാണേലും നമ്മുടെ കൂടെ സന്തോഷം പങ്കിടുമ്പോൾ നമ്മുടെ സന്തോഷം കൂടും, സങ്കടം പങ്കിടുമ്പോൾ നമ്മുടെ സങ്കടം കുറയും. ഒരാളും കൂടി എന്നെ ഒന്ന് ആശ്വസിപ്പിക്കുന്നുണ്ടല്ലോ, ഇല്ലേ, ഒരാളും കൂടി എന്റെ സന്തോഷം പങ്കിടുന്നുണ്ടല്ലോ, എന്റെ കൂടെ നിൽക്കുന്നുണ്ടല്ലോ. അപ്പൊ ഇതിൽ എന്റെ സങ്കടത്തിൽ നിങ്ങൾ എല്ലാവരും പ്രാർത്ഥിച്ചതിലും ഞങ്ങളുടെ കുടുംബത്തിനോട് കാണിച്ച ആ ഒരു കാരുണ്യത്തിന് നന്ദി. രാമായണ മാസമാണ്. ഞാൻ തുടക്കം മുതൽ 1-ാം തീയതി മുതൽ വീഡിയോ ഇടണമെന്ന് ഞാനും മോളും തീരുമാനിച്ചിരുന്നതാണ്. പക്ഷേ ഈശ്വര നിയോഗം വേറെ ഒന്നായിരുന്നു. എങ്കിലും ഇടയ്ക്കെങ്കിലുമൊക്കെ 2-3 വീഡിയോ എങ്കിലും ഈ മാസം ഇടണമെന്ന് ആഗ്രഹമുണ്ട്. അതില് ഞാൻ എൻ്റെ ചേട്ടന്റെ വിയോഗത്തിനോടനുബന്ധിച്ച് ഞങ്ങള് ഒത്തിരി കർമ്മങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞാണ് ഞാൻ ചങ്ങനാശ്ശേരിക്ക് വന്നത്. അപ്പോൾ ചില സമയത്ത് ചേട്ടൻ ഞങ്ങളുടെയൊക്കെ എല്ലാവരുടെയും അവരവരുടെ കൂടപ്പിറപ്പ് ജീവിതത്തിന്റെ ഒരു ഭാഗമാണ്. അപ്പോൾ ആ സമയത്ത് ഞാൻ രാമായണം വായിച്ചു ഒരു ശീലം തുടങ്ങിയപ്പോൾ മുതൽ ചില വരികൾ രാമായണത്തിലെ നമ്മുടെ ഹൃദയത്തിൽ കൊള്ളുന്നതാണ്. ഇല്ലേ, ഹൃദയത്തിൽ താമസിക്കുന്ന ചില വരികളുണ്ട്. അപ്പൊ അതിലെ ഒരു വരി എൻ്റെ രാജേട്ടൻ മരിച്ചപ്പോൾ ഞങ്ങൾ എല്ലാവരും കരഞ്ഞോണ്ടിരുന്നപ്പോഴും ഒക്കെ ആ വരികളാണ് എൻ്റെ മനസ്സിൽ ഓടി വന്നത്. ആ വരികൾ മാത്രമാണ് ഞാൻ നിങ്ങളോട് ഇന്ന് പറയുന്നത്. ആ വരികളുടെ സന്ദർഭം, വനയാത്രയ്ക്ക് പോകുന്ന സമയത്ത് ശ്രീരാമസ്വാമി കൗസല്യാദേവിയോട് യാത്ര ചോദിക്കുമ്പോൾ ആദ്യം കൗസല്യാദേവി ദേഷ്യപ്പെടുകയും അത് കേട്ട് ലക്ഷ്മണനും ദേഷ്യപ്പെടുകയും അപ്പൊ ലക്ഷ്മണനെ സാന്ത്വനിപ്പിക്കുകയും ഒക്കെ ചെയ്തു കഴിഞ്ഞ് അമ്മയോട് പറയുന്നുണ്ട്. അമ്മയുടെ ആ പ്രാർത്ഥനയ്ക്ക് തൊട്ടു മുൻപ്, അമ്മയുടെ പ്രാർത്ഥന നിങ്ങൾക്ക് എല്ലാം കഴിഞ്ഞോണ മുതലേ അറിയാവുന്നതാണ്. സൃഷ്ടികർത്താവെ, ആ പ്രാർത്ഥന ചൊല്ലുന്നതിന് മുൻപ് ശ്രീരാമസ്വാമി പതിവ്രതാധർമ്മം ഒക്കെ പറഞ്ഞു കൊടുക്കുന്നുണ്ട്. അതിന് തൊട്ടു മുൻപ് 2 വരികള് സ്വാമി പറയുന്നുണ്ട് അമ്മയോട്. അമ്മേ എന്ന് വിളിച്ചിട്ട്, സർവജ്ഞയല്ലോ നീ എന്ന് പറയുന്നു. നീ എല്ലാം അറിയുന്നവളല്ലേ അമ്മേ. അതുകൊണ്ട് നീ ഒരു കാര്യം മനസ്സിലാക്കണം. എന്തെന്നോ, സർവലോകങ്ങളിലും വസിച്ചിടുന്ന സർവജനങ്ങളും തങ്ങളിൽ സർവദാ കൂടി വാഴുകെന്നുള്ളതില്ലല്ലോ. സർവജ്ഞയല്ലോ നീ. എത്ര അർത്ഥപൂർണം നോർത്തു നോക്കിക്കേ. സർവലോകങ്ങളിലും വസിച്ചിടുന്ന
സർവ ജനങ്ങളും, ഈ ലോകത്തിൽ വസിക്കുന്ന എല്ലാ ജനങ്ങളും തങ്ങളിൽ അവരവരൊന്നിച്ച് സർവദാ എന്നും കൂടി വാഴുന്നുള്ളതില്ലല്ലോ. ഒരുമിച്ചെന്നും ജീവിക്കുവാൻ സാധിക്കുകയില്ല അമ്മേ. അമ്മയ്ക്കിതറിയാവുന്നതല്ലേ? അപ്പോൾ പിരിയേണ്ട സമയം വരുമ്പോൾ ഓരോരുത്തരായി പിരിയും. ചിലപ്പോൾ അത് മരണം എന്ന രീതിയിലായിരിക്കാം, ചിലപ്പോൾ അകലേക്കുള്ള ആ സ്ഥലം വിട്ട് വേറൊരു സ്ഥലത്തേക്കായിരിക്കാം. അപ്പൊ എന്നും എല്ലാവർക്കും ഒരുമിച്ച് ജീവിക്കുവാൻ സാധ്യമല്ല എന്ന് എഴുത്തച്ഛൻ നമ്മൾക്ക് കൃത്യമായിട്ട് രാമായണത്തിലൂടെ പറഞ്ഞു തന്നിരിക്കുകയാണ്. അപ്പൊ ഇതെനിക്കൊരു ആശ്വാസവാക്കായിരുന്നു. എൻ്റെ അമ്മ മരിച്ചപ്പോഴും ഞാൻ ഈ 4 വരികൾ ഓർക്കുമായിരുന്നു. അങ്ങനെ പലരും നമ്മളിൽ പോകുമ്പോൾ നമ്മുടെ കൂട്ടുകാരോ, എൻ്റെ ഏറ്റവും അടുത്ത കൂട്ടുകാരിയായ ഡോക്ടർ സുശീല ദേവി, മലയാളത്തിന്റെ പ്രൊഫസറായിരുന്നു, പിന്നീട് ഞങ്ങളുടെ കോളേജിന്റെ പ്രിൻസിപ്പളായി. സുശീല മരിച്ചപ്പോഴും ഞാൻ എൻ്റെ ചേട്ടന്റെ മരണാനന്തര ക്രിയകളിലായിരുന്നു, അവിടെ ബലിയിടുന്ന സമയമായിരുന്നു. അപ്പോൾ ഇവരൊക്കെ നമ്മളിൽ നിന്ന് ഓരോരുത്തരായിട്ട് വിട്ടുപോകുന്നു, ചിലർ ദൂരദേശങ്ങളിലേക്ക് പോകുന്നു. അപ്പോൾ ഇതിൽ നിന്നൊക്കെ നമ്മൾ മനസ്സിലാക്കേണ്ട സത്യം ഇതാണ്: ഈ ലോകത്തിൽ വസിക്കുന്ന എല്ലാ ജനങ്ങൾക്കും എന്നും ഒരുമിച്ച് ഒന്നും ജീവിക്കുവാൻ സാധിക്കുകയില്ല. നമ്മൾ രാമായണം വായിക്കുമ്പോൾ ഇങ്ങനെയുള്ള ചില ചെറിയ സുന്ദരമായ അർത്ഥപൂർണമായ സന്ദേശം നമുക്ക് വാൽമീകി രാമായണത്തിലൂടെയും അധ്യാത്മ രാമായണത്തിലൂടെയും നമുക്ക് കിട്ടുന്നുണ്ട്. ഇത് രണ്ടും തമ്മിലുള്ളതെന്ന് പറഞ്ഞാൽ, വാൽമീകി രാമായണത്തിൽ ധർമ്മമാണ്, ധർമ്മത്തിന്റെ പാതയിൽ മാത്രമാണ് വാൽമീകി സഞ്ചരിക്കുന്നത്. പക്ഷേ എഴുത്തച്ഛൻ്റെ എന്ന് പറഞ്ഞാൽ ഭക്തിയാ, ധർമ്മത്തിന്റെ കൂടെ ഭക്തിയാണ് കൂടുതൽ. സ്തുതികളിലൂടെയും എല്ലാം ഭഗവാനെ ഈശ്വരന്റെ അവതാരമായി സങ്കല്പിച്ച് പ്രാർത്ഥിക്കുകയാണ്. അപ്പൊ ആ ഈശ്വരന്റെ അവതാരമെടുത്ത ശ്രീരാമസ്വാമിയുടെ ഈ വാക്കുകൾ നമുക്ക് ഏവർക്കും ആശ്വാസം നൽകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിങ്ങളെല്ലാവർക്കും നല്ലത് വരട്ടെ എന്ന് ഞാൻ മനസ്സുകൊണ്ട് പ്രാർത്ഥിക്കുന്നു. നമുക്ക് ഞാൻ രാമായണ വായന തുടങ്ങിയതേ ഉള്ളൂ. രാമായണം വായിക്കുമ്പോൾ അർത്ഥം മനസ്സിലാക്കി വായിക്കുവാൻ ശ്രദ്ധിക്കുക. അങ്ങനെയുള്ള ചില രാമായണത്തിന്റെ അധ്യാത്മ രാമായണ ചില പബ്ലിഷേഴ്സ് അങ്ങനെ താഴെ അർത്ഥവും കൂടി എഴുതും. നമുക്കറിയാൻ വയ്യാത്ത പല കാര്യങ്ങളും അങ്ങനെയുള്ള ബുക്കും കൂടിയാണെങ്കിൽ നമുക്ക് അതിൻ്റെ താഴെയുള്ള അർത്ഥവും കൂടി മനസ്സിലാക്കി മുൻപോട്ട് പോകാം. അപ്പം എല്ലാവർക്കും നന്മ വരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു.